തുടരും. മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ സിനിമയായിട്ടുള്ള തുടരും ഇപ്പം കണ്ടു വന്നേ ഉള്ളൂ. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വാട്ട് എ ബ്രില്യൻ മൂവി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലാലേട്ടനുണ്ട് അല്ലേ. വളരെ സാധാരണക്കാരനായിട്ടുള്ള ഫാമിലി ഇമോഷൻസൊക്കെയുള്ള, എന്നാൽ കുറച്ച് മാസ് പരിപാടികളൊക്കെ പിടിക്കുന്ന അങ്ങനത്തെ ഒരു ലാലേട്ടൻ. ആ ലാലേട്ടനെയാണ് തരുൺ മൂർത്തി ഈ ഒരു സിനിമയിലൂടെ നമുക്ക് തന്നത്. ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അപ്പോൾ ആദ്യം ഈ ഡയറക്ടർ തരുൺ മൂർത്തിയെക്കുറിച്ച് പറയാം. എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം, ഈ 2021 ലോക്ക്ഡൗണൊക്കെ ശേഷം ക്ലബ് ഹൗസ് വളരെയധികം ആക്റ്റീവായിരുന്ന സമയത്ത് ഈ ഡയറക്ടറായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് പുള്ളി എനിക്ക് ഒന്ന് ഓപ്പറേഷൻ ജാവാൻ്റെ സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി പറയുന്നുണ്ടായിരുന്നു പുള്ളിയുടെ ഡ്രീം പ്രൊജക്റ്റ് ലാലേട്ടൻ്റെ ഒപ്പമാണ്, അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ റൈറ്റിങ്ങിലൊക്കെ ആണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി സംസാരിച്ച സമയത്തുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ആ സിനിമ പുള്ളി എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ ഐ എം വെരി വെരി ഹാപ്പി. ഇങ്ങനത്തെ ഒരു ലാലേട്ടനെയാണ് ഞാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഈ വർഷം ഇറങ്ങിയ എമ്പുരാനേക്കാളും എനിക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന സിനിമയാണ് തുടരും. ഓഫ് കോഴ്സ് എമ്പുരാൻ ഒരു വലിയ ഹിറ്റ് തന്നെയാണ്, പക്ഷേ എന്നിരുന്നാലും എമ്പുരാനേക്കാളും എനിക്ക് ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമ തുടരുമാണ്. ആ ട്രെയിലറൊക്കെ വന്നപ്പോഴും വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോമഡിയൊക്കെയുള്ളൊരു പടം, പക്ഷെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അതിൻ്റെ ലാസ്റ്റ് 5 സെക്കൻഡിൽ 10 സെക്കൻഡിൽ നമുക്ക് തോന്നിയിരുന്നു. അത് തന്നെയാണ്, ഇത് വേറെ ലെവലൊരു സംഭവം ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലുണ്ട്. അപ്പോൾ ഇമോഷൻസ്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, മാസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ത്രില്ലിങ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഇതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടുള്ളൊരു സിനിമയാണ്. അത്തരത്തിലൊരു അടിപൊളി സിനിമയാണ് തരുൺ മൂർത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മേക്കിംഗ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ചില കാര്യങ്ങളുണ്ട് ഞാൻ മറന്നു പോയിരിക്കാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിക് ജെയ്ക്സ് ബിജോയ് നമുക്കറിയാം, ഇപ്പോഴത്തെ മലയാള സിനിമയിൽ വൺ ഓഫ് ദ ഹൈലി റേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. തെലുങ്കിലും ഒരുപാട് നല്ല നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വളരെ ത്രില്ലിംഗ് ആയിട്ട് സിനിമയോടൊപ്പം പോകുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതോടൊപ്പം തന്നെ പാട്ടുകളൊക്കെ നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് ഇമോഷണൽ കണക്റ്റാണ്. ഇപ്പോൾ ഒരു സിനിമ ഏറ്റവും കാണുന്ന ആളുകൾക്ക് ആ ഇമോഷണൽ കണക്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് വർക്കൗട്ട് ആവുള്ളൂ. എസ്പെഷ്യലി ലാലേട്ടൻ്റെ ഒക്കെ ഒരു സിനിമയാകുമ്പോൾ നമുക്ക് ആ സിനിമയോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ആ ലെവൽ സംഭവമാണ്. ഒരു കാര്യം ഉറപ്പാ, ഈ സിനിമ ഇപ്പോഴത്തെ ഒരു റെസ്പോൺസ് വെച്ചിട്ട് അടുത്ത ഒരു 3 ആഴ്ചയ്ക്ക് വൻ ടിക്കറ്റ് പ്രഷർ ആയിരിക്കും. എസ്പെഷ്യലി അടുത്ത ഒരു 3-4 ദിവസത്തിന് ടിക്കറ്റ് കിട്ടാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ആ ലെവൽ റെസ്പോൺസാണ് മൊത്തത്തിൽ വരുന്നത്. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ശരിക്കും ഈ സിനിമ ജനുവരിയിൽ റിലീസ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് കേട്ടിരുന്നത്, ജനുവരി 26 മറ്റോ. അത് പല കാരണം കൊണ്ടും ഇപ്പോൾ ഏപ്രിൽ റിലീസായി. പക്ഷേ ഒരു കണക്കിന് നന്നായി. കാരണം ഈ ഒരു വെക്കേഷൻ ടൈമിൽ കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് പോയി സിനിമ കാണണം എന്ന് വിചാരിക്കുന്ന ആളുകൾ പോയി കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ. അപ്പോൾ റെക്കോർഡുകൾ അതൊക്കെ വേറെ കാര്യം, അതൊക്കെ വരും, അതൊക്കെ തീർച്ചയായിട്ടും വരും. പക്ഷേ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ ഡയറക്ടറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് ഡയറക്ടറായിട്ടുള്ള തരുൺ മൂർത്തിയും പിന്നെ കെ ആർ സുനിൽ അദ്ദേഹം കൂടിയാണ്. അടിപൊളിയായിട്ടുള്ളൊരു സംഭവം, നമുക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. പക്ഷെ അത് ചെയ്തു വെച്ചിരിക്കുന്ന ആ രീതി, ആ ഒരു റൈറ്റിംഗ് തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു മോഹൻലാലിൻ്റെ ഒക്കെ ഡേറ്റ് കിട്ടുമ്പോൾ എത്രത്തോളം ആ റൈറ്റിങ്ങിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നെന്ന് ആലോചിച്ച് നോക്കിയല്ലേ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രജപത്ര ഫിലിംസ് ആണ്. എം രഞ്ജിത്ത്, നമ്മുടെ സീരിയലിലൊക്കെ ആക്ട് ചെയ്യുന്ന ചിപ്പി അവരുടെ ഹസ്ബൻഡാണ്. പിന്നെ സിനിമാറ്റോഗ്രഫി ഷാജി കുമാർ. എഡിറ്റിംഗ് നിഷാദ് യൂസഫാണ്, അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ നിഷാദ് യൂസഫാണ് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഷഫീഖ് VB അദ്ദേഹമാണ് എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ സ്റ്റാറിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടവർക്കും അല്ലെങ്കിൽ പോസ്റ്റേഴ്സൊക്കെ കണ്ടവർക്ക് അറിയാം. ശോഭന ആൻഡ് മോഹൻലാൽ കോമ്പിനേഷൻ കുറേ വർഷം, ഐ തിങ്ക് 20 വർഷങ്ങൾക്കൊക്കെ ശേഷം തോന്നുന്നുണ്ട് അവരുടെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ തുടക്കത്തിലൊക്കെ ആ ഒരു ഫാമിലി ഇമോഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ശോഭന മാമിന് ആക്ച്വലി അത്ര അധികം സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല. ഇതിനകത്ത് ശരിക്കും കിടുക്കിയിരിക്കുന്ന വേറൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ പേര് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയതാണ്. പ്രകാശ് വർമ്മ എന്നാണ്. നമ്മുടെ വോഡഫോണിൻ്റെ മറ്റോ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഡയറക്ടറാണ്.
ആ പുള്ളി ഇതിലൊരു റോൾ ചെയ്തിട്ടുണ്ട് മോനെ, അതൊരു വേറെ ലെവൽ സാധനമാണ്, കണ്ടിരിക്കണം. പിന്നെ ഇതിൻ്റെ കോ ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ ആക്ടർ ബിനു പപ്പു, പുള്ളി പൊതുവെ ഈ തരുൺ മൂർത്തിയുടെ പടങ്ങളിലൊക്കെ ഓപ്പറേഷൻ ജാവേലാണെങ്കിലും പിന്നെ സൗദി വെള്ളക്കാലൊക്കെ ആണെങ്കിലും നല്ല റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തരുൺ മൂർത്തിയുടെ സ്ഥിരം ഒരു ക്രൂവിലുള്ള ആളാണ്, അപ്പം പുള്ളിക്ക് നല്ലൊരു റോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫർഹാൻ ഫാസിലുണ്ട്, പിന്നെ നമ്മുടെ മണിയമ്പിള്ള രാജു, കുറേ കാലത്തിന് ശേഷം മോഹൻലാൽ മണിയമ്പിള്ള രാജു, കുറച്ചേ ഉള്ളൂ പക്ഷെ രസമുണ്ട്. ഇർഷാദ് ഉണ്ട്, പിന്നെ മകനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ആനന്ദത്തിലൊക്കെ ഉള്ള തോമസ് മാത്യു, മകളായിട്ടൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പേര് എനിക്കറിയില്ല. പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട്, അർജുൻ അശോകൻ ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്, എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഔട്ട് ആൻഡ് ഔട്ടിലൊരു ലാലേട്ടൻ ഷോ ആണ്. ലാലേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല കിഡിലൻ സ്ക്രീൻ പ്ലേ, ആ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കഥയുടെ കൂടെ ലാലേട്ടൻ വന്നാൽ നമുക്കിപ്പോൾ ദൃശ്യമൊക്കെ കാണുമ്പോൾ, ദൃശ്യമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷെ ദൃശ്യമൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, ആ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥ, അതിൻ്റെ കൂടെ ലാലേട്ടൻ, ഇമോഷൻസൊക്കെ പ്രോപ്പറായിട്ട് കണക്റ്റഡ് ആയിട്ട്, എനിക്ക് ആ എക്സൈറ്റ്മെൻറ്റിലൊന്നും പറഞ്ഞ് ശരിയാവണില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു അവധിക്കാലത്ത് തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുത്താൽ കംപ്ലീറ്റ്ലി വർത്താവുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമയ്ക്ക് റിപ്പീറ്റ് ഓഡിയൻസ് നല്ല രീതിയിലുണ്ടാവും. ഒരു തവണ കണ്ടവർക്ക് വീണ്ടും കാണാൻ തോന്നുന്ന ഒരു ഫീല് ഈ സിനിമയ്ക്ക് ഉണ്ട്. തിയേറ്ററുകളിൽ എന്തായാലും അത്യാവശ്യം കുറച്ച് കാലം, ഇപ്പോൾ ഇന്നിപ്പോൾ ഏപ്രിൽ 25 ഏപ്രിൽ 25 മെയ് ഒക്കെ ഈ പടം നല്ല റണ്ണിങ് ആയിരിക്കും. ഈ ട്രെയിലറിൽ തന്നെ മൂപ്പര് സെൽഫ് ട്രോൾ അടിക്കുന്നുണ്ട്, ഇന്ന താടി ഇരുന്ന യാർക്കടാ പ്രശ്നേ, അതേപോലെ കുറച്ച് സെൽഫ് ട്രോളും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം ലാലേട്ടനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഈ വീഡിയോ ഒന്നും കാണില്ല എന്ന് എനിക്കറിയാം, എന്നാലും നമുക്ക് പറയാനല്ലോ, ഈ ലാർജർ ദാൻ ദ റിയാലിറ്റി ടൈപ്പ് പടങ്ങൾ ചെയ്യണതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ ഇതേപോലത്തെ ചില സാധനങ്ങൾ അങ്ങ് ചെയ്തു വിടണം. യങ് ഡയറക്ടേഴ്സിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ അങ്ങ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ട് ആസ്വദിക്കാനുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലത്തെ സിനിമകളൊക്കെ ചെയ്യുക. നമ്മൾ മലയാളികൾക്ക് നിങ്ങളില്ലാണ്ട് എന്താഘോഷം അല്ലേ ലാലേട്ടാ?